കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അമ്മ ശാലിനി എന്നെ ജോലിക്ക് പോകാൻ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. എന്റെ അമ്മയാണ് സത്യം. അമ്മ ഞാനൊരു പുരുഷനാണ്. താലി കെട്ടിയ ഭാര്യയും അവളുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഒരാളാണ് ഞാൻ. സങ്കടം അല്ലാതെ മറ്റൊന്നും അവർക്ക് കൊടുക്കാൻ എനിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. മറ്റാരുടെയൊക്കെ മുതല് കണ്ട് അതൊക്കെ എന്റെ സ്വന്തമാണെന്നുള്ള അഭിമാനത്തിലാ ഇന്നലെ വരെ ജീവിച്ചത്. അതൊക്കെ തെറ്റായിരുന്നെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. ഇനിയെങ്കിലും എനിക്ക് സ്വന്തമായിട്ടൊന്ന് ജീവിക്കണമെന്നുണ്ട് അമ്മ. ഒരു രൂപയെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് വിയർപ്പിന്റെ വില കൊണ്ടുള്ള ഭക്ഷണത്തിനെ സ്വാദു കൂടും. ഇത്രയൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ മോന്റെ ഉള്ളില്. ശരി, എന്റെ മോൻ ആരുടെ അടുത്ത ജോലി അന്വേഷിച്ചു പോയത്? മുഹമ്മദ് ഹാജിയുടെ അടുത്ത്. ഒരുപാട് ബിസിനസ് ഒക്കെ ഉള്ള ആളാ ഹാജിര്. അയാൾ വിചാരിച്ച മാന്യമായിട്ടുള്ള ശമ്പളമുള്ള ജോലിയൊക്കെ എനിക്ക് കിട്ടും. പക്ഷെ അമ്മ എന്തെങ്കിലും കുഴപ്പമൊപ്പിക്കുന്നുള്ള പേടി അയാൾക്ക്. അല്ലെങ്കിൽ ഇന്ന് തന്നെ എനിക്ക് ജോലി കിട്ടിയാനെ. ആന്റി ഫോൺ ചെയ്ത് മുഹമ്മദ് ഹാജിയോട് വിഷ്ണുവേട്ടന് ജോലി കൊടുക്കാൻ പറയാൻ പോവാണോ? അമ്മ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ലല്ലോ. ഇതിലെന്തോ ഒരു കുഴപ്പമുണ്ട്. ഹലോ സത്യാമേ. ഹാജിയാർക്ക് ആളെ മനസ്സിലായല്ലോ, സന്തോഷം. മനസ്സിലായി സത്യാമേ. സത്യാമേ ഒന്ന് വിളിക്കാനായിരിക്കായിരുന്നു നമ്മള്. എന്താണാവോ കാര്യം? വിഷ്ണുമോൻ ഇവിടെ വന്നിരുന്നു ഒരു ജോലി അന്വേഷിച്ച്. ഞാൻ അറിഞ്ഞു. അക്കാര്യം പറയാനാ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. എന്താ സത്യാമേ, മോനെ ജോലി കൊടുക്കട്ടാ? മാസാമാസം ഭേദപ്പെട്ടൊരു ശമ്പളം കയ്യിൽ എണ്ണി വെച്ച് കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ എണ്ണി കൊടുക്കാൻ ശ്രമിച്ച പിന്നെ ഹാജിയാർക്ക് അധികം എണ്ണേണ്ടി വരില്ല. തടിമില്ലും കമ്പനിയും അടക്കം എല്ലാം ഞാൻ പൂട്ടിച്ചു കളയും. ഈ സത്യഭാമ ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്നതിന് മുൻപ്. സത്യാമേ, ഇനി ഹാജിയാർക്ക് തീരുമാനിക്കാം വിഷ്ണുവിന് ജോലി കൊടുക്കണോ വേണ്ടയോ എന്ന്. ഇല്ല സത്യാമേ, ഞാൻ വിഷ്ണുമോനെ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുമില്ല. അങ്ങനെയാണെങ്കിൽ ഹാജിയാർക്ക് കൊള്ളാം. ഈ കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു. ഞാൻ ആരും ചതിച്ചിട്ടില്ല. സത്യഭാമയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. എന്റെ മകൻ ഒരു ജോലിയുടെ ആവശ്യമില്ല. പിന്നെ നിന്റെ നെഞ്ചിൽ പച്ച കുത്തിരിക്കുന്ന ആ രണ്ടക്ഷരമില്ലേ, അമ്മേന്ന്, അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കണം. പകരം വേറെ രണ്ടക്ഷരം പച്ച കുത്തിയാ മതി, ഭാര്യന്ന്. പക്ഷേ ഈ സമയത്ത് എന്താ കുഴപ്പം?
വിഷ്ണു മതി. അയ്യോ ചോര. അടുക്കരുത്, ഒരൊറ്റ വരൽ അടുക്കരുത്. മോനെ വിഷ്ണു, നീ എന്തായി കാട്ടിയത്? വേണ്ടച്ച, ആരും വേണ്ട. ഈ വിഷ്ണുവിനെ മനസ്സിലാക്കാൻ ആരും വേണ്ട. വിഷ്ണുവിന് മാത്രം ആരുമില്ല. അമ്മയോ അച്ഛനോ ഭാര്യ ആരുമില്ല. വേണ്ട, ആരും വേണ്ട, ആരും വേണ്ട. ഞാൻ മരുന്ന് വെച്ച തന്നെ പറഞ്ഞു. പാവം, അവന്റെ മനസ്സ് ഒരുപാട് മുറിഞ്ഞു. അതാ ഇവിടെ ചോരത്തുള്ളികളായി എത്തി വീണത്. സംസാരിക്കണമായിരുന്നു. എന്ത് സംസാരിക്കാൻ? ഞാൻ സംസാരിക്കാൻ വന്നപ്പോഴൊന്നും ഇയാൾക്ക് കേൾക്കാൻ മനസ്സിലായിരുന്നല്ലോ. എന്റെ സങ്കടം കാണാൻ മാത്രം, കേൾക്കാനാണില്ല. എന്റെ അമ്മ പോലും അറിയുന്നില്ല ഈ ചങ്കിന്റെ പിടപ്പ്. ഞാൻ അറിയുന്നുണ്ട് ആ പിടപ്പും വേദനയൊക്കെ. എന്തിനാ ഇയാൾക്ക് ഇത്ര ദേഷ്യം? ഉറങ്ങട്ടെ, എന്നിട്ട് എന്തെങ്കിലും ചെയ്യാം.
ഉറങ്ങിയെന്ന് തോന്നുന്നു. ഉറങ്ങി. ദേഷ്യം വന്ന ചോര കാണണമെന്ന് നിർബന്ധമാ. ദേഷ്യം ഇത്തിരി കൂടുതലാ ചെറുക്കന്. തെമ്മാടി. ഇപ്പൊ ഈ ജോലി അന്വേഷിച്ച് നടക്കണമെങ്കിലേ അതും നമ്മുടെ ശാരിക്ക് വേണ്ടിയാണെന്ന് വേണം നീ ഞാനും മനസ്സിലാക്കേണ്ടത്. കയ്യിന്ന് എപ്പോഴും ഒരു തെറ്റ് സംഭവിച്ചു പോയതിന്റെ പശ്ചാത്താപം ഉണ്ട് വിഷ്ണുമോന്. അത് തിരുത്താൻ വേണ്ടി പല വഴികളും നോക്കുന്നുണ്ടാവും പാവം. അത് തിരിച്ചറിഞ്ഞിട്ടും അറിഞ്ഞില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല മോളെ. ദൈവം പൊറുക്കില്ലത്. എനിക്ക് പറയാനുള്ളതെല്ലാം ഒറ്റ വാക്കിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. സമാധാനായിട്ട് ഉറങ്ങിക്കോ.
ചട്ടമ്പി. ശാരിക മോളെ, മോളെ ശാരിക. ശാരദാമ്മേ. ആ രാജി, ഹോട്ടലിന്റെ താക്കോല് അതാ അവിടെ ഇരിപ്പുണ്ട്. ഒരു ഗ്ലാസ് ചായ എടുക്കട്ടെ രാജി? വേണ്ട ശാരദാമ്മേ, ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ട് ഇറങ്ങിയത്. അവിടെ ചെന്നിട്ടും ചായ തിളപ്പിക്കാനല്ലേ പോകുന്നത്. ആവശ്യം പോലെ കുടിച്ചോളാം. അതെ, നീ ആ പാലും കൂടെ എടുത്തോ. അമ്മേ, ആ ചായ. പോയി പല്ല് വെച്ചിട്ട് വാടി. ഒരു ചായ താമ്മേ. നിന്ന് കിണുങ്ങല്ലേ വേണേ, പോയി പല്ല് വെച്ചിട്ട് വാടി. ശാരദാമ്മേ, ഓ ഇന്നലെ രാത്രി ഹോട്ടല് പൂട്ടിയില്ലായിരുന്നോ? പൂട്ടിയില്ലേ? ആ വാതിൽ തുറന്നു കിടക്കുന്നു. എല്ലാ ദിവസവും ശാരികയാണല്ലോ ഹോട്ടൽ പൂട്ടുന്നത്. ഇന്നലെ പൂട്ടിയെന്ന് ചോദിച്ചപ്പോ അവളൊന്നും പറഞ്ഞൂല്ല. ഞാൻ വിചാരിച്ചു പൂട്ടി കാണൂന്ന്. ഓ, ഇനിയിപ്പോ പൂട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കൊറേ പാത്രങ്ങളും സ്റ്റൗവും ഗ്യാസ് കുറ്റിയും 4-5 ബെഞ്ചും ഡെസ്കും അല്ലേ ഉള്ളൂ. അതാർക്ക് വേണം? അതല്ല ശാരദാമ്മേ, ഒരു കുഴപ്പമുണ്ട്. കുഴപ്പോ? എന്താടി? ഒന്നിങ്ങോട്ട് വന്നേ. വന്നേ, വാ. എന്തുവാ പറ. ഇതാ നോക്ക്. അതാ ഞാൻ പറഞ്ഞ കുഴപ്പം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ശാരിക മോൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട് ഞാൻ ചെന്ന് വിളിച്ചു. 1-2 തവണ വിളിച്ചിട്ടും അത് കേട്ടതായിട്ട് പോലും തോന്നിയില്ല.
കണ്ണൊക്കെ തുറന്നിരിക്കുന്നേ ഉള്ളൂ. ഈ ലോകത്തെങ്ങും അല്ലാത്ത ഒരു മട്ട്. സൂക്ഷിക്കണേ ശാരദാമ്മേ.